വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. ഫസ്റ്റ് തന്നെ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒരു കമ്പനിയിൽ രണ്ട് ഡിവിഷൻ എയും അതുപോലെ തന്നെ ഡിവിഷൻ ബിയും. സോ ഡിവിഷൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്, ഡിവിഷൻ ബിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യം വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഡിവിഷൻ എ എന്ത് ചെയ്യും, ഡിവിഷൻ ബിക്ക് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും. ഇപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് 5 per യൂണിറ്റ്, അതുപോലെ ഫിക്സ്ഡ് കോസ്റ്റ് 3 per യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്യേണ്ടത് എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് മെത്തേഡ് ഉണ്ട്. സോ ഓരോ മെത്തേഡും ഓരോ കമ്പനി ഓരോ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡാണ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഈ കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് ഇവിടെ വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ് യൂസ് ചെയ്യില്ല, വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ്, അത് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ആ കോസ്റ്റിന് തന്നെ എന്ത് ചെയ്യും, ഡിവിഷൻ ബിക്ക് സെല്ല് ചെയ്യും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് ടോട്ടൽ കോസ്റ്റ് മെത്തേഡ്. ടോട്ടൽ കോസ്റ്റ് മെത്തേഡ് വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് ഇവിടെ 8 per യൂണിറ്റിന്, അതാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. സോ അതിന് എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. അടുത്തത് കോസ്റ്റ് പ്ലസ് മെത്തേഡ്. അതായത് ഒരു കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ കോസ്റ്റ് വരുന്നത് 8 per യൂണിറ്റ്, അതിൻ്റെ കൂടെ ഒരു 20% പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെല്ല് ചെയ്യുക. അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഒരു 20% പ്രോഫിറ്റും കൂടെ ചേർത്ത് സെല്ല് ചെയ്യുന്നത്, അതാണ് കോസ്റ്റ് പ്ലസ് മെത്തേഡ്. ഇനി അടുത്തതാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. മാർക്കറ്റ് പ്രൈസ് മെത്തേഡിൽ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റിന് എത്രയാണ്, ഇപ്പോൾ ഒരു 10 per യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. സോ ആ സെയിം എമൗണ്ടിന് തന്നെ എന്ത് ചെയ്യും, ഡിവിഷൻ എ ഡിവിഷൻ ബിക്ക് സെല്ല് ചെയ്യും, ആ സെയിം എമൗണ്ടിന് തന്നെ. ഇനി അടുത്തതാണ് നെഗോഷിയേറ്റഡ് പ്രൈസിംഗ് മെത്തേഡ്. നെഗോഷിയേറ്റഡ് പ്രൈസിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യും, ഡിവിഷൻ ബിയും ഡിവിഷൻ എയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൈസ്. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇത്രയും മെത്തേഡാണ് ഉള്ളത്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു മൊഡ്യൂള്. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്ഫർ പ്രൈസിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, XYZ Co-Limited has 2 divisions, A and B. A sells half of its output on the open market and transfers the rest to division B. അതായത് ഡിവിഷൻ എ ഡിവിഷൻ ബി. ഡിവിഷൻ എയും എത്രയാണ്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 50% ബിക്ക് സെല്ല് ചെയ്യും, ബാക്കി 50% എങ്ങോട്ടാണ് സെല്ല് ചെയ്യുന്നത്, ഓപ്പൺ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യും. അതും എത്ര തന്നെയാണ്, 50% തന്നെ സെല്ല് ചെയ്യും. ഇനി കോസ്റ്റും റവന്യൂ രണ്ട് ഡിവിഷൻ്റെ തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്. സെയില് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ പീരീഡ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, there are no opening or closing stock. You are required to find out the profit of each division and the profit of the company using the transfer prices. So transfer prices at കോസ്റ്റിൽ വരുന്ന സമയത്ത് കോസ്റ്റ് പ്ലസ് 20% വരുന്ന സമയത്ത്, കോസ്റ്റ് പ്ലസ് 20% വരുന്ന സമയത്ത്, ബട്ട് ദർ ഇസ് ഓവർ സ്പെൻഡിങ് ഇൻ ഡിവിഷൻ എ ബൈ 4000. അപ്പോൾ 20% കോസ്റ്റ് വരുന്ന സമയത്ത് അവിടെ വേറെ എക്സ്ട്രാ ഒരു 4000 എമൗണ്ടും കൂടെ അഡീഷണലി വരും. ആ 3 കേസിലും വരുന്ന എന്താണ്, പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ഓരോ ഡിവിഷൻ്റെ പ്രോഫിറ്റും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കമ്പനിയുടെയും ഈ ട്രാൻസ്ഫർ പ്രൈസസ് വെച്ചിട്ട്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ്, മൂന്ന് രീതിയിലുള്ളത് കണ്ടുപിടിക്കാനുണ്ട്. ഫസ്റ്റ് അറ്റ് കോസ്റ്റ് പ്ലസ് 20%, പിന്നെ അഡീഷണലി 4000 വരുന്നത് അതും കണ്ടുപിടിക്കണം.
അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഡിവിഷനിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കമ്പനിയുടെ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് 3 ടൈമിൽ വരുന്നത് സെയില്. സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെയിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ സെയിൽ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഏത് സെയിലാണ്? പുറത്ത് ഔട്ട്സൈഡ് മാർക്കറ്റിൽ സെല് ചെയ്യുന്ന സമയത്തുള്ള സെയിൽ. ഔട്ട്സൈഡ് മാർക്കറ്റ് എത്രയാണ്? ടോട്ടൽ 80,000 ആണ് അവർക്ക് സെയിൽ വരുന്നത്. പിന്നെ ബാക്കി വരുന്ന ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ അത് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഡിവിഷനിൽ വരുന്ന കോസ്റ്റ് എത്രയാണ്? 26,000. സോ കോസ്റ്റിൽ 26,000 കോസ്റ്റ് പ്ലസ് 20% വരുന്ന കോസ്റ്റ് ഇൻറ്റു 20% അതിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ സെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എത്രയാണ്? 18,000. നമുക്കല്ലാതെ യൂണിറ്റ്സും കാര്യങ്ങളൊന്നും അവർ തന്നിട്ടില്ല. ടോട്ടൽ എല്ലാ 3 കേസിലും എന്ത് തന്നെയായിരിക്കും? 18,000 ആയിരിക്കും. ഇനി ട്രാൻസ്ഫർ സെയിൽ ടു ഡിവിഷൻ ബിക്ക്. ഡിവിഷൻ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് വരുന്നത് 26,000 ആണ്. സോ സെയിം എമൗണ്ടിന് തന്നെ വരും. പക്ഷേ 26,000 എന്ന് പറയുന്നത് എന്താണ്? അതിൽ 50% ഓപ്പൺ മാർക്കറ്റിൽ വരുന്ന യൂണിറ്റ്സിൻ്റെയാണ്. ബാക്കി 50% ആണ് ഡിവിഷൻ ബിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഡിവിഷൻ ബിക്ക് സെല് ചെയ്യുന്ന യൂണിറ്റ്സിൻ്റെ വേരിയബിൾ കോസ്റ്റ് അവർക്ക് സെല് ചെയ്താൽ മതി. അപ്പോൾ 26,000ൻ്റെ ഹാഫ് എത്രയാണ്? 30,000. ഇനി അടുത്തത് ഡിവിഷൻ ബിക്ക് അറ്റ് കോസ്റ്റ് പ്ലസ് 20%. അപ്പോൾ 30,000 വരും. പിന്നെ എത്ര വരും? 30,000 ഇൻറ്റു 120% സെല് ചെയ്യുമ്പോൾ 15,600 വരും. ഇനി ഇവിടെ എന്തായിരിക്കും? 50,600. ഓക്കെ, ഇവിടെ കോസ്റ്റ് പ്ലസ് 20%, ബട്ട് ദർ ഇസ് എൻ ഓവർ സ്പെൻഡിങ് ഓഫ് ഡിവിഷൻ എ ബൈ 4,000. അതായത് ഓൾറെഡി 26,000 ആയിരുന്നു അവിടെ ഇരുന്ന കോസ്റ്റ്. അതിൽ 4,000 എക്സ്ട്രയും കൂടെ വന്നപ്പോൾ 30,000 ആയി അവിടുത്തെ കോസ്റ്റ്. സോ ഈ 30,000ൻ്റെ ഹാഫാണ് ഇങ്ങോട്ടേക്ക് ബിയിലേക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. സോ 30,000ൻ്റെ ഹാഫ് മീൻസ് 50,000. പിന്നെ പ്ലസ് 20%. കോസ്റ്റ് 50,000 ആണ്. പ്ലസ് എത്രയും കൂടെ 20%. 15,000ൻ്റെ 20% 3,000. ടോട്ടൽ എത്ര വരും? 80,000 ആണ് അവിടുത്തെ ട്രാൻസ്ഫർ സെയിൽ. ഇനി ടോട്ടൽ സെയിൽസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. 18,000 പ്ലസ് 30,000 31,000. 18,000 പ്ലസ് 15,600 33,600. 18,000 പ്ലസ് 18,000 36,000. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ സെയിൽ കിട്ടി. ഇതിൽ നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം. വേരിയബിൾ കോസ്റ്റ് എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് കേസിൽ 26,000, സെക്കൻഡ് കേസിലും 26,000 തന്നെയായിരിക്കും. ടോട്ടൽ കോസ്റ്റ് ആണല്ലോ നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും? 30,000 ആയിരിക്കും. കാരണം എന്താണ്? അഡീഷണൽ 4,000 വന്നു. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 31,000 മൈനസ് 26,000 5,000. 33,600 മൈനസ് 26,000 7,600 6,000. ഇതാണ് ഡിവിഷൻ എയുടെ പ്രോഫിറ്റ്. ഇനി നമുക്ക് ഡിവിഷൻ ബിയുടെ പ്രോഫിറ്റ് ഇതുപോലെ കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്ലസ് 20%, ദെൻ കോസ്റ്റ് പ്ലസ് 20% പ്ലസ് 4,000 അഡീഷണൽ കോസ്റ്റ് വരുന്ന സമയത്ത് സെയിൽ എന്ത് തന്നെയായിരിക്കും? ഔട്ട്സൈഡ് മാർക്കറ്റിൽ 18,000 തന്നെയായിരിക്കും ഡിവിഷൻ ബിയുടെ. ഇനി വേറെ സെയിൽ വരുമോ? ഇവിടെ വേറെ സെയിലിൻ്റെ വന്നു. ഇവിടെ വേറെ സെയിലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഡിവിഷൻ എ ആണ് ഡിവിഷൻ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഡിവിഷൻ എക്കാണ് 2 സെയിലും വരുന്നത്. ഡിവിഷൻ ബി അത് അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർക്ക് എന്താണ്? എക്സ്ട്രാ കോസ്റ്റ് വരിക ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് ഫോർ ബൈയിങ് പ്രൊഡക്റ്റ് ഫ്രം ഡിവിഷൻ എയിൽ നിന്ന് ബൈ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും വരുന്നത്? ഈ സെയിം തന്നെ ഇവിടെ വരും, പക്ഷെ മൈനസ് ആയിട്ടായിരിക്കും വരുന്നതെന്നുള്ളൂ. ഇനി പിന്നെന്താണ് മൈനസ് ചെയ്യുന്നത്? അവർക്ക് വന്ന വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നമ്മൾ മൈനസ് ചെയ്യാം. സോ വേരിയബിൾ കോസ്റ്റ്
എത്ര വന്നിരിക്കുന്നത് 22,000 എല്ലായിടത്തും. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ 4,000 ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഈ 4,000 എവിടേക്ക് വന്നത്? ആ ഡിവിഷൻ എക്ക് വന്ന എക്സ്ട്രാ കോസ്റ്റാണ്, ഡിവിഷൻ ബിക്ക് വന്ന കോസ്റ്റ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 22,000 തന്നെ ഇവിടെ ലെസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് പറ്റും, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. സോറി, സെയിൽ ഓഫ് ഡിവിഷൻ ബിയുടെ സെയിൽ 50,000 ആണ്. ഓക്കെ, ആ 50,000 ആണ് എടുക്കേണ്ടത്. ഇനി പ്രോഫിറ്റ് നോക്കുമ്പോൾ 50,000 മൈനസ് 13,600 മൈനസ് 22,000, 14,400 പ്രോഫിറ്റ്. $12,400, 10,000. ഓക്കെ, നമുക്ക് രണ്ട് ഡിവിഷൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. കമ്പനിയുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഓരോ കേസിലുള്ളതും കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഡിവിഷൻ എയുടെയും ഡിവിഷൻ ബിയുടെയും പ്രോഫിറ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഡിവിഷൻ എ, ഡിവിഷൻ ബി, ടോട്ടൽ പ്രോഫിറ്റ്. ഇവിടെ 5,000 പ്ലസ് 14,400, 19,400, then 7,600 plus 12,400, 20,000, 60,000. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ട്രാൻസ്ഫർ സെയിൽ ഇവിടെ വന്നത് 13,000 ആയിരുന്നു. ഞാൻ അവിടെ 30,000 പകരം 30,600 എഴുതിയത്. അപ്പോൾ അവിടെ എത്ര വരും? പ്രോഫിറ്റ് 15,000 വരും. ഇവിടെ 50,000 വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 20,000 ആയിരിക്കും. ഓക്കെ, ഇത്രയാണേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഗ്രീൻ എൻവിറോൺ ലിമിറ്റഡ് ഹാസ് 2 ഡിവിഷൻ എം ആൻഡ് എൻ. Division M manufacture product A-യും A15 which it sells outside market as well as to Division N which possesses to manufacture Z25. So എന്താണ്, രണ്ട് പ്രൊഡക്ട്സ് ഡിവിഷൻ N സെൽ ചെയ്യുന്നുണ്ട്, 15ഉം 25ഉം. പക്ഷെ മാനേജർ ഓഫ് ഡിവിഷൻ N ഹാസ് എക്സ്പ്രസ്ഡ് ദ ഒപ്പീനിയൻ ദ ട്രാൻസ്ഫർ പ്രൈസ് ഇസ് ടു ഹൈ. പക്ഷെ ഇതിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? അല്ല, അങ്ങനെയല്ല, സോറി. ഡിവിഷൻ എമ്മിന് എന്താണ്? ഡിവിഷൻ എം A15 ഓപ്പൺ ഔട്ട്സൈഡ് മാർക്കറ്റിൽ സെല് ചെയ്യുന്നു, പിന്നെ Z25 ഡിവിഷൻ എന്നിന് സെല് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇതെന്താണ്? മാർക്കറ്റ് പ്രൈസ്, ട്രാൻസ്ഫർ പ്രൈസ് ടു ഹൈ ആണെന്ന് പറയുകയാണ്. ടു ഡിവിഷണൽ മാനേജർ ആർ അബൌട്ട് ടു എൻ്റർ ഇൻ ടു ഡിസ്കഷൻ ടു റിസോൾവ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് മാനേജർ ഓഫ് ഡിവിഷൻ എം ടു സപ്ലൈ വിത്ത് ഹിം സം ഇൻഫോർമേഷൻസ് പ്രയർ ടു ഡിസ്കഷൻസ്. സോ ഡിസ്കഷൻ നടത്തി അവരെന്ത് തീരുമാനിച്ചു? ഡിവിഷൻ എം ഹാസ് ബീൻ സെല്ലിംഗ് 50,000 യൂണിറ്റ്സ് ടു ഔട്ട്സൈഡേഴ്സ് ആൻഡ് 10,000 യൂണിറ്റ്സ് ടു ഡിവിഷൻ എൻ. അതിൽ നിന്ന് ഡിവിഷൻ എം 50,000 യൂണിറ്റ്സ് എന്താണ്? ഔട്ട്സൈഡേഴ്സിന് സെല് ചെയ്യുന്നുണ്ട്. 10,000 യൂണിറ്റ്സ് എന്നിന് സെല് ചെയ്യുന്നുണ്ട്. അത് എത്ര രൂപയ്ക്കാണ്? H25 പെർ യൂണിറ്റിന്. സെല്ലിംഗ് പ്രൈസ് 25. ഇനി it is not anticipated that this demands will change. So demand change ചെയ്യുന്നില്ല. The variable cost 50 per unit and the fixed cost 3 lakh. So the division investment in asset is 12 lakh. 12 lakh എത്രയാണ്? ഡിവിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിന് കിട്ടുന്ന അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഷൻ എത്രയാണ്? 12 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. The manager of division M anticipate that division N will want a transfer price of 22. അപ്പോൾ അത് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 22 ട്രാൻസ്ഫർ പ്രൈസിൽ അവർ തരുമെന്നാണ് ചോദിക്കുന്നത്. സോ ഇഫ് ഹി ഡസ് നോട്ട് സെൽ ടു ഡിവിഷൻ N 40,000 ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് 2 lakh ഓഫ് അസറ്റ്സ് ക്യാൻ ബി അവോയ്ഡഡ്. ഇനി ഇത് 22ന് ട്രാൻസ്ഫർ പ്രൈസ് സെറ്റ് ചെയ്താലുള്ള സമയത്ത് ഇത് ഡിവിഷൻ എന്നിന് സെല്ല് ചെയ്തില്ലെങ്കിൽ 40,000 ഫിക്സ്ഡ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, 2 lakh ഓഫ് അസറ്റ്സും അവോയ്ഡ് ചെയ്യാൻ പറ്റും. The manager of division M would have no control over the proceeds from the sale of assets and is judged primarily on his rate of return. Should the manager of division M transfer its product at 22 division N?
സോ 22-ന് ഡിവിഷൻ എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? ഡിവിഷൻ 25-ൽ ആദ്യം സെല് ചെയ്ത് 25-ലുള്ള സമയത്തുള്ള പ്രോഫിറ്റ്, 22-ൽ സെല് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഇവിടെ സെല്ല് ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള പ്രോഫിറ്റ്, മൂന്നും കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ലോവസ്റ്റ് പ്രൈസ് ദാറ്റ് ദ ഡിവിഷൻ നെയിം ഷുഡ് അക്സെപ്റ്റ്? സോ എത്രയാണ് ട്രാൻസ്ഫർ പ്രൈസ് അവർ കൊടുക്കേണ്ടത്, എത്ര ട്രാൻസ്ഫർ പ്രൈസിനാണ് മിനിമം നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിവിഷൻ എന്നിന്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം തന്നെ സെയിൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. സെയിൽ എത്രയാണ്? 50,000 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. സെയിൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡ് മാർക്കറ്റിൽ ആദ്യം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ 50,000 യൂണിറ്റ്സ് ഇൻറ്റു 25, 12,50,000. സോ ഔട്ട്സൈഡ് മാർക്കറ്റിലേക്ക് വരുന്ന എന്താണ്? ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അതെല്ലായിടത്തും അത് തന്നെയായിരിക്കും. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള സെയിൽ എത്രയാണ്? ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്ന 10,000 യൂണിറ്റ്സ് എല്ലായിടത്തും സെയിം ആണ്. ഇവിടെ 25-നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ 2,50,000, ഇവിടെ 2,20,000. ഇനി ഇവിടെ എന്താണ്? സെല്ല് ചെയ്യാത്ത സമയത്തുള്ളത്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഈ ടോട്ടൽ സെയിൽസ് എത്രയാണെന്നുള്ളത് നോക്കാം. 15 lakh, 14,70,000, 12,50,000. ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 15 per യൂണിറ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. 15 per യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് 3 lakh. വേരിയബിൾ കോസ്റ്റ് 50 per യൂണിറ്റ് വരുമ്പോൾ ടോട്ടൽ യൂണിറ്റ്സിനുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് 60,000 യൂണിറ്റ്സിനും ഉള്ളത് കണ്ടുപിടിക്കേണ്ടത്. 60,000 യൂണിറ്റ്സ് ഇൻറ്റു 50, 9 lakh. ഇവിടെ പക്ഷേ എന്താണ്? 10,000 യൂണിറ്റ്സിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 10,000 യൂണിറ്റ്സ് അവിടെ ട്രാൻസ്ഫർ ചെയ്തില്ല. അപ്പോൾ 50,000 യൂണിറ്റ്സിനുള്ളത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 7,50,000. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. 6 lakh, 5,70,000, 5 lakh. ഇനി അടുത്തത് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യാം. ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് എല്ലായിടത്തും. 3 lakh. നമുക്കപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. 3 lakh, 2,70,000. എത്രയാണ്? സോറി, ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ 3 lakh വരില്ല. കാരണം എന്താണ്? ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാത്ത സമയത്ത് നമുക്കൊരു 40,000 എന്താണ്? സേവിങ്സ് വരുന്നുണ്ട്. 2 lakh അസറ്റ്സും സേവിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2,60,000 വരുന്നുള്ളൂ. 2,40,000. ഓക്കെ, പ്രോഫിറ്റ് കിട്ടി. ഇനി അസറ്റിൽ വരുന്ന മാറ്റം എന്താണ്? ടോട്ടൽ അസറ്റ്സിന് 12 lakh ആണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ 2 lakh സേവിങ് വരുന്നുണ്ട്. സോ 10 lakh. നമുക്ക് വേറെ ഒന്നും കൂടെ അവർ തന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. എത്രയാണ്? ഇവിടെ 25% കിട്ടും. ഇവിടെ എത്ര കിട്ടും? 22.5%, 24%. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇത് വെച്ചിട്ട് വേണം നമ്മൾ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ. അപ്പം അവർ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു? ഷുഡ് ദ മാനേജർ ഓഫ് ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ്സ് പ്രൊഡക്റ്റ് ആയിട്ട് 22 ടു ഡിവിഷൻ എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചത്. സോ 22-ൽ ഡിവിഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 25 ആണ്. സോ 25-ന് പകരം അവിടെ എത്രയാണ്? 22-ന് സെല്ല് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമുക്കവിടെ പ്രോഫിറ്റ് കുറയും. അതുപോലെ തന്നെ
റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. സോ അതുകൊണ്ട് ആ പ്രൈസിനെ ട്രാൻസ്ഫർ ചെയ്യരുത്. ഇനി വാട്ട് ഈസ് ദ ലോവസ്റ്റ് പ്രൈസ് ദാറ്റ് ദ ഡിവിഷൻ എം ഷുഡ് അക്സെപ്റ്റ്. സോ എത്രയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ 25% നമ്മൾ ഈ ഒരു എമൗണ്ടിന് സെല് ചെയ്ത സമയത്ത് 25 ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് നമുക്ക് വന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഹൈ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇതിൽ കുറച്ച് എമൗണ്ട് നോക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. സോ 22 ഒരിക്കലും സെല് ചെയ്തിട്ടെന്ന് പറഞ്ഞേക്കുവാണ്. അതായത് 22 സെല് ചെയ്യരുത്. ഇവിടുത്തെ കോസ്റ്റ് വരുന്ന എത്രയാണ്, അതായത് എമ്മിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് 15 per യൂണിറ്റും, അതുപോലെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് 3 lakh ആണ്. 3 lakh 5 per യൂണിറ്റ് ആണ് അതിന് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 20 per യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇത് കോസ്റ്റ് പ്ലസ് 20% ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോസ്റ്റ് 20, അതിന് മുകളിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, സെല്ല് ചെയ്യാനായിട്ട്. അപ്പോൾ 20 per യൂണിറ്റ്. പക്ഷേ 22 താഴെയും വരാൻ പാടില്ല, 25 മേലെയും വരാൻ പാടില്ല. 25 ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസ്, അതിന് മേലെ നമുക്ക് വരാൻ പാടില്ല, ട്രാൻസ്ഫർ പ്രൈസ് വരാൻ പാടില്ല. 22 താഴെയും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ സെല്ല് ചെയ്യുന്ന ട്രാൻസ്ഫർ പ്രൈസ്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കുകയാണെങ്കിൽ 24% സമയത്ത് നമുക്ക് 24% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് കിട്ടുന്ന ഒരു രീതിയിൽ, അതായത് 25-ൻ്റെയും 22.5%-ൻ്റെയും ഇടയ്ക്കായിരിക്കണം നമുക്ക് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ്. അപ്പം നമ്മൾ 24% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 24% കിട്ടണം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള ഇക്വേഷൻ എന്താണ്, EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. സോ ടോട്ടൽ അസറ്റ് എത്രയാണ് 12 lakh ഉണ്ട്. പക്ഷെ നമുക്ക് EBIT ഇത് കണ്ടുപിടിക്കണം. സോ EBIT കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ സെല്ല് ചെയ്യണം. സെയിൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എത്രയാണ് 12,50,000 ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്തതിൻ്റെ കിട്ടുന്നുണ്ട്. പ്ലസ് 10,000 യൂണിറ്റ് നമ്മൾ ഡിവിഷൻ എണ്ണിന് ട്രാൻസ്ഫർ ചെയ്യാണ്. ഡിവിഷൻ എണ്ണിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ പ്രൈസ് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ നമ്മളത് X എന്ന് കൊടുക്കണം. ഇനി അതിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് എത്രയാണ് 9 lakh വേരിയബിൾ കോസ്റ്റ്. സോ അത് മൈനസ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. എത്ര 3 lakh. ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, EBIT കിട്ടും. അതായത് EBIT എന്ന് പറഞ്ഞാൽ 12,50,000 പ്ലസ് 10,000 X പ്ലസ് 90,000 മൈനസ് 90,000 മൈനസ് 9 lakh മൈനസ് 3 lakh. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, EBIT കിട്ടും. സോ ഇനി അടുത്തത് നമുക്ക് എന്തറിയാം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 24% എന്ന് അറിയാം. ഡിവൈഡഡ് എങ്ങനെയാണ് EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് എത്രയാണ് 12 lakh. ഈ EBIT എമൗണ്ട് ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12,50,000 മൈനസ് 9 lakh മൈനസ് 3 lakh 50,000 കിട്ടും. സോ ഇവിടെ നമുക്ക് 50,000 പ്ലസ് 10,000 X എന്ന് എഴുതാം. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 12 lakh ഇൻറ്റു 24% 2,88,000 ഈക്വൽ ടു 50,000 പ്ലസ് 10,000 X. ഓക്കെ, ഇനി അടുത്തത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. X ഈക്വൽ ടു 2,88,000 മൈനസ് 50,000 ഡിവൈഡഡ് ബൈ 10,000. എത്ര കിട്ടും, 23.8 കിട്ടും. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ട്രാൻസ്ഫർ പ്രൈസ്. സോ ഇത് 22-നേലും കൂടുതലാണ്, അതുപോലെ 25-നേലും കുറവാണ്. സോ മാക്സിമം ദ ലോവസ്റ്റ് പ്രൈസ് ഡിവിഷൻ എം അക്സെപ്റ്റ് ചെയ്യേണ്ടത് 23.8 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ,
ഡിവിഷൻ AY ഓഫ് സ്റ്റാറ്റസ് ലൈൻ ലിമിറ്റഡ് ഈസ് എ പ്രോഫിറ്റ് സെൻറ്റർ വിച്ച് പ്രൊഡ്യൂസസ് 4 പ്രൊഡക്ട്സ്. 4 പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. MNOP. ഈച്ച് പ്രൊഡക്റ്റ് ഈസ് സോൾഡ് ഇൻ ദ എക്സ്റ്റേണൽ മാർക്കറ്റ് ഓൾസോ. ഡാറ്റ ഫോർ ദ പ്രൊഡക്ട്സ് ആർ തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ദെൻ ലേബർ ഹവേഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ്. പ്രൊഡക്റ്റ് P ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഡിവിഷൻ B. Z BZ എന്നാണല്ലോ ഡിവിഷൻ്റെ പേര്. ഓക്കെ, പ്രൊഡക്റ്റ് P ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഡിവിഷൻ BZ, ബട്ട് ദ മാക്സിമം ക്വാണ്ടിറ്റി ദാറ്റ് മേ ബി റിക്വയർഡ് ഫോർ ട്രാൻസ്ഫർ ഇസ് 2500 യൂണിറ്റ്സ് ഓഫ് P. അതായത് പ്രൊഡക്റ്റ് P ആണ് BZലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അതിൽ എത്ര ട്രാൻസ്ഫർ ചെയ്യണം? 2500 യൂണിറ്റ്സ് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യണം. മാക്സിമം സെയിൽസിൻ്റെ എക്സ്റ്റേണൽ മാർക്കറ്റ് 2800. ഇതിൻ്റെ ഡിമാൻഡാണ് തന്നിരിക്കുന്നത്. ഡിവിഷൻ BZ ക്യാൻ പർച്ചേസ് ദ സെയിം പ്രൊഡക്റ്റ് അറ്റ് എ പ്രൈസ് ഓഫ് 50 പെർ യൂണിറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് റിസീവിംഗ് ട്രാൻസ്ഫർ ഓഫ് പ്രൊഡക്റ്റ് ഫ്രം ഡിവിഷൻ AY. സോ AYന്ന് ട്രാൻസ്ഫർ വാങ്ങുന്നതിലും അവർക്ക് ഡിവിഷൻ BZന് എവിടുന്ന് പ്രൊഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങാം. എത്ര? 250 പെർ യൂണിറ്റിന് വെച്ചിട്ട്. വാട്ട് ഷുഡ് ബി ദ ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഈച്ച് യൂണിറ്റ് ഫോർ 2500 യൂണിറ്റ്സ് ഓഫ് P ഇഫ് ദ ടോട്ടൽ ലേബർ ഹവേഴ്സ് അവൈലബിൾ ഇൻ ഡിവിഷൻ AY ആർ 20,000 ഹവേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ ലിമിറ്റിംഗ് ഫാക്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഇത്രയും യൂണിറ്റ്സ് Pക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ചില കേസിൽ നമ്മൾ ഇതിന് മുൻപ് ഒരു ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്താണ്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൻ്റെ ലിങ്ക്. ഇനി അത് നോക്കി എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളതൊക്കെ നോക്കാം. 20,000 ഹവേഴ്സാണ് ഇവിടെ ലിമിറ്റിംഗ് തന്നിരിക്കുന്നത്. ഹവറാണ് ലിമിറ്റിംഗ് തന്നിരിക്കുന്നത്. ലിമിറ്റ് 20,000 ഹവേഴ്സ് തരുന്ന സമയത്ത് നമുക്ക് എത്ര യൂണിറ്റ്സ് ആദ്യം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ 2500 യൂണിറ്റ്സ് തന്നെ പ്രൊഡ്യൂസ് പറ്റണം എന്നില്ല. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇത്രയും തന്നെ യൂണിറ്റ്സ് അടുത്ത ഡിവിഷന് കൊടുത്തേ പറ്റൂ. നമ്മൾ വേറെ മറ്റ് യൂണിറ്റ്സിന് വരുന്ന ഹവേഴ്സ് നമ്മൾ കടമെടുത്തിട്ട് എന്ത് ചെയ്യും? ആ യൂണിറ്റ്സിന് എന്ത് ചെയ്യും? അവിടെ സെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ എത്ര യൂണിറ്റ്സ് ആദ്യം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കണം. റാങ്കിങ് കാൽക്കുലേറ്റ് ചെയ്യണം. റാങ്കിങ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ റാങ്കിങ് കണ്ടുപിടിക്കേണ്ടത്? ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സെയിൽസ്, മാർക്കറ്റ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ എത്രയാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത്? ഇവിടെ പെർ യൂണിറ്റിൻ്റെ ആദ്യം തന്നെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. 300, 292, 280, ദെൻ 260. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 260, 200, 180, 170. നമുക്ക് എന്ത് കിട്ടും? മൈനസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 40, 92, then 100. ഇവിടെ എത്ര വരും? 90. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് റാങ്കിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടർ. ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണ്? ലേബർ ഹവർ ആണ്. അപ്പോൾ ലേബർ ഹവർ നമ്മൾ ആദ്യം തന്നെ ലേബർ ഹവർ പെർ യൂണിറ്റിന് എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത് നോക്കാം. അത് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 3, 4, 2, 3. നമ്മളിത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കേസിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മറ്റേത് ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ വീഡിയോയിൽ. ഓക്കെ, അപ്പം ലേബർ ഹവർ പെർ യൂണിറ്റ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം? റാങ്കിങ് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ഇക്വേഷനാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ലേബർ ഹവർ പെർ യൂണിറ്റ്. അപ്പോൾ എത്ര കിട്ടും? 40 ഡിവൈഡഡ് ബൈ 3, 13.33. 92 divided by 4, 23. 50, then 90 divided by 3, 30. സോ റാങ്കിങ് എങ്ങനെയായിരിക്കും വരുന്നത്? സോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണ്? ഫസ്റ്റ് O, സെക്കൻഡ് വരുന്നത് B, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു റാങ്കിങ് വെച്ചിട്ട് 20,000 ഹവേഴ്സ് അവൈലബിൾ ഉള്ളൂ, ലേബർ ഹവേഴ്സ്. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിക്കണം.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അടുത്തത് റാങ്കിങ് MNOP. ഫസ്റ്റ് റാങ്കിങ് ഏതാ വന്നേ? ഫസ്റ്റ് റാങ്കിങ്, സെക്കൻഡ് റാങ്കിങ്, തേർഡ് റാങ്കിങ്, ദെൻ ഫോർത്ത് റാങ്കിങ്. സോ അതിൻ്റെ എത്രയാണ് ഔട്ട്സൈഡ്, അതായത് എക്സ്റ്റേണൽ മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡ്. ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ഏതാണ്? ഓയാണ്. ഓക്ക് വരുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 2300 ആണ്. സോ നമ്മൾ ആദ്യം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത് നോക്കാം. സോ 2300-ന് നമുക്ക് ആകെ 20,000 ഹവേഴ്സാണ് ആകെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ 2300 യൂണിറ്റ്സിന് എത്രയാണ് ആവശ്യം വരുന്നത്? ലേബർ ഹവർ ഓക്കെ ആവശ്യം വരുന്നത് 2 per യൂണിറ്റ് ആണ്, 2 ഹവർ പെർ യൂണിറ്റ്. സോ 2300-ന് ടോട്ടൽ വരുന്നത് 4600 ഹവേഴ്സ് ആവശ്യമുണ്ട്. ഇനി അടുത്തത് 2, അതേതാണ് പിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് 1600 യൂണിറ്റ്സ് ആണ് നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ 1600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 ആണ്, 3 per യൂണിറ്റ് ആണ്, അല്ല 3 per ഹവർ ആണ്. 1600 × 3 4800. ഇനി അടുത്തത് N എത്രയാണ്? 2500 യൂണിറ്റ്സ് ഡിമാൻഡ് ഉണ്ട്. 4 ഹവറാണ് അതിന് ആവശ്യം വരുന്നത്. 2500 × 4 10,000 ഹവർ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി 10,000 പ്ലസ് 4600 പ്ലസ് 4800. നമുക്ക് ഇനി എത്ര ഹവേഴ്സ് ബാലൻസ് വരുന്നുള്ളൂ? 90,400 ഹവേഴ്സ് ബാലൻസ് വരുന്നുള്ളൂ, അതായത് 600 ഹവേഴ്സ്. അപ്പോൾ ആ ഹവേഴ്സിലുള്ള യൂണിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും എത്ര ഇതുണ്ടായിരുന്നു? 2800 യൂണിറ്റ്സ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 600 ഹവേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. 600 ഹവേഴ്സ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 ആണ്. സോ 600 ഡിവൈഡഡ് ബൈ 3 200 യൂണിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് യൂണിറ്റിന് എത്രയാണ്? 40, 92, 100, then 90. സോ ഇത് യൂണിറ്റ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. 200 × 40 8,000, 92,500 × 92 2,30,000. അടുത്തതും 2,30,000. then 1,600 × 90 1,44,000. ഓക്കെ, നമ്മൾ ഏതൊക്കെയാണ്, എത്ര യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് ഏതാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പി ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പി എത്ര യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യണം? 2,500 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ആകെ നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ? 1,600 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ 500 യൂണിറ്റ്സ്. ടോട്ടൽ ഹവേഴ്സ് എത്രയാണ്? 2,500 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കതിന് പെർ യൂണിറ്റിന് എത്ര ഹവേഴ്സ് വേണ്ടി വരും? 3 ഹവേഴ്സ്. ടോട്ടൽ 7,500 ഹവേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഈ 7,500 ഹവേഴ്സിൽ നമുക്ക് ആകെ 4,800 ഹവേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 4,800 ഹവേഴ്സിൽ നിന്ന് ബാക്കി നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഹവേഴ്സ് നമ്മൾ ഈ ലാസ്റ്റ് ഏറ്റവും ലെസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഹവേഴ്സ് എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഹവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്താണ്? ലോസ്റ്റ് ആവും. ഇവിടെ ഓൾറെഡി 8,000 കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്, അത് അവിടെ ലോസ്റ്റ് ആവും. അപ്പോൾ ആ എമൗണ്ട് എത്രയാണ് ലോസ്റ്റ് ആവുന്നത്, ആ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ പ്രൈസ് ഈക്വൽ ടു നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് ആദ്യം വേരിയബിൾ കോസ്റ്റ് എന്താണ്? 2,500 യൂണിറ്റ്സിന് വേരിയബിൾ കോസ്റ്റ് വരുന്നത് 170 പ്ലസ് എത്രയാണ് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ആവുന്നതെന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ 7,500 ഹവേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ലീസ്റ്റ് പ്രോഫിറ്റബിൾ ഏതാ? എം ആണ്. എമ്മിൽ പക്ഷേ എത്രയാണ്? 600 ഹവേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എത്ര ഹവേഴ്സ്? 6,900 ഹവേഴ്സ്. 7,500 മൈനസ് 6,600 ഹവേഴ്സ്, ബാക്കി 6,900 ഹവേഴ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? എന്നിൽ നിന്ന് എടുക്കും. കാരണം അത് കഴിഞ്ഞിട്ട് വരുന്ന ലീസ്റ്റ് പ്രോഫിറ്റബിൾ ഏതാണ്? എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണ് ലോസ്റ്റ് ആവുന്നത്? 8,000 ഫുള്ളായിട്ട് ലോസ്റ്റ് ആവും. മുഴുവൻ നമ്മൾ എടുക്കണം, മുഴുവൻ ഹവേഴ്സ് നമ്മൾ അവിടെ എടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ അത് മുഴുവനും ലോസ്റ്റ് ആവും. പിന്നെ ഇവിടെ നിന്ന് എത്രയാണ് ലോസ്റ്റ് ആവുന്നുള്ളൂ? 6,900 ഹവേഴ്സിന് നമ്മൾ എടുക്കുന്ന കോൺട്രിബ്യൂഷനെ ലോസ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടെ 8,000 കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ആവും. പ്ലസ് എത്രയും കൂടെ ലോസ്റ്റ് ആവും? 2,30,000 ആണ് അതിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. എത്ര ഹവേഴ്സിനാണ്? 10,000 ഹവേഴ്സിന്. നമുക്ക് എത്ര ഹവേഴ്സിനുള്ളത് മതി? 6,900 ഹവേഴ്സിന്. അപ്പോൾ എത്ര കിട്ടും? 2,500 × 170, 4,25,000 plus 8,000 plus 2,30,000 divided by 10,000 into 6,900 hours, 1,58,700 plus 8,000 plus 4,25,000, 5,91,700. നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് ടോട്ടൽ വരുന്ന ട്രാൻസ്ഫർ പ്രൈസ് തന്നിട്ടുണ്ട്. നമുക്ക് പെർ യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കണം. സോ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് 5,91,700 divided by എത്ര യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 2,500 യൂണിറ്റ്സ്, 236.68. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് അതുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഇതേപോലെ തന്നെ ചെയ്തു നോക്കാം. 2019 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിവിഷൻ ഇസെറ്റ് ഓഫ് സ്റ്റാരെക്സ് ലിമിറ്റഡ് ഇസ് എ പ്രോഫിറ്റ് സെൻറ്റർ വിച്ച് പ്രൊഡ്യൂസസ് 4 products. A, B, C and D. Each product is sold in the external market also. Following data are available for the period. സെയിം as എന്താണ് അതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ മാർക്കറ്റ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ലേബർ ഹവേഴ്സ് പെർ യൂണിറ്റിന് വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് D can be transferred to division Y, but the maximum quantity that may be required for the transfer is 50,000 units of D. പ്രൊഡക്റ്റ് D ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പക്ഷേ മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 50,000 യൂണിറ്റ്സ് ആണ്. മാക്സിമം സെയിൽ ഇൻ ദ എക്സ്റ്റേണൽ മാർക്കറ്റിൽ സെയിൽ വരുന്നതിന് ഒരു ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഡിവിഷൻ വൈ ക്യാൻ പർച്ചേസ് ദ സെയിം പ്രൊഡക്റ്റ് അറ്റ് 500 പെർ യൂണിറ്റ് ഔട്ട് സൈഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? വാട്ട് ഷുഡ് ബി ദ ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഈച്ച് യൂണിറ്റ് ഫോർ 50,000 യൂണിറ്റ്സ് ഓഫ് ഡി ഇഫ് ദ ടോട്ടൽ ലേബർ ഹവേഴ്സ് അവൈലബിൾ ഇൻ ദ ഡിവിഷൻ ഇസെറ്റ് ആർ 1,20,000 ഹവേഴ്സ്. 1,20,000 ഹവേഴ്സാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണ് വന്നിരിക്കുന്നത്? ഹവേഴ്സ്. 1,20,000 ഹവേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അത് വെച്ചിട്ട് നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാം. സെയിം എന്താണ് മുന്നേ ചെയ്ത പോലെ തന്നെ ഉള്ള സ്റ്റെപ്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സെയിൽ ആദ്യം കണ്ട് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 600, 580, 560, 510. ദെൻ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. 520, 400, 360, 335. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 80, 180, പിന്നെ എത്രയാണ് ഇവിടെ? 200, 175. സോ ഏതാണ് റാങ്കിങ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലേബർ ഹവേഴ്സ്. നമുക്ക് ലേബർ ഹവർ പെർ യൂണിറ്റിന് എത്ര ലേബർ ഹവർ വരുന്നു എന്നുള്ളത് അതിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 3, 4, 2, 3. ഈ റാങ്കിങ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ ലേബർ ഹവേഴ്സ്. സോ 80 divided by 3, 26.67. 180 divided by 4, 45. 100. 175 divided by 3, 58.33. റാങ്കിങ് എങ്ങനെയാണ് വരുന്നത്? റാങ്കിങ് എങ്ങനെയാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ദെൻ ഫോർത്ത് വൺ. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് എത്ര ഹവേഴ്സ് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് റാങ്കിങ് ഏതാ വന്നത്? സിക്ക്. സെക്കൻഡ് റാങ്കിങ് ഡി. തേർഡ് റാങ്കിങ് ബി. ദെൻ ഫോർത്ത് റാങ്കിങ് എ. ഇതിൻ്റെ യൂണിറ്റ്സ് നമുക്ക് ഡിമാൻഡ് എത്രയാണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് യൂണിറ്റ് എന്താ നോക്കണ്ടേ? സീഡ 13,800 യൂണിറ്റ്സ്. നമുക്ക് എത്രയാണ് ഹവേഴ്സ്? 1,20,000 ഹവേഴ്സാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ളതല്ല, തന്നിട്ടുള്ളത്. ഇനി 13,800 യൂണിറ്റ്സിന് നമുക്ക് എത്ര ഹവേഴ്സ് വേണം? 4 ഹവർ. സിക്കല്ലേ 2 ഹവേഴ്സാണ് നമുക്ക് ആവശ്യം വരുന്നത് പെർ യൂണിറ്റിന്. 27,600 ആണ് ഇതിനാവശ്യം. സെക്കൻഡ് ഏതാ നോക്കണ്ടേ? ഡിക്ക്
9600 യൂണിറ്റ്സ് വേണം അതിൻ്റെ ഡിമാൻഡ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് 3 ഹവറാണ് അതിൻ്റെ ലേബർ ഹവർ 28,800. ഇനി അടുത്തത് ബിക്ക് വരുന്നത് 50,000 യൂണിറ്റ്സ് ആണ്. സോ 50,000 യൂണിറ്റ്സ് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. 50,000 യൂണിറ്റ്സിന് എത്രയാണ് വേണ്ടത്? 4 ഹവർ വേണം. 60,000 ഹവേഴ്സ് നോക്കുകയാണെങ്കിൽ 60,000 പ്ലസ് 27,600 പ്ലസ് 28,800 ടോട്ടൽ 1,16,400 ആയി. നമുക്ക് എത്രയേ അവൈലബിൾ ആയിട്ടുള്ളൂ? 3,600 കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? 3,600 ഡിവൈഡഡ് ബൈ 3 ഹവറാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 1,200 യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 80, 180, 200, then 175. ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. 1,200 into 80, 96,000. 15,000 into 180, 2,70,000. $27 lakh. 13,800 into 200, 27 lakh 60,000. അടുത്തത് 9,600 into 175, 16 lakh 80,000. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കണം. നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 50,000 യൂണിറ്റ്സ് ഓഫ് ഡിയുടെ 50,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിവിടെ 9,600 ഉള്ളൂ. ബാക്കി നമ്മളപ്പോൾ എവിടെ നിന്ന് എടുക്കും? അതായത് 50,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഹവേഴ്സ് ആവശ്യമുണ്ട്? 3 ഹവേഴ്സ് പെർ യൂണിറ്റിന് ആവശ്യമുണ്ട്. സോ ടോട്ടൽ ഹവർ റിക്വയർഡ് to produce 50,000 units of DA. എത്ര വരും? 50,000 into 3 അല്ലേ പറഞ്ഞേക്കുന്നത്? 45,000 ഹവേഴ്സ് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ എവിടെ നിന്നെടുക്കും? ഇവിടെ നിന്നെടുക്കും. ഇവിടെ 28,800. ബാക്കി നമ്മൾ എവിടെ നിന്നെടുക്കും? 3,600 ഹവേഴ്സ് നമ്മൾ ഇവിടെ നിന്നെടുക്കും. 45,000 ഹവേഴ്സിൽ 3,600 ഹവേഴ്സ് മുഴുവൻ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര ലോസ്റ്റ് ആവും? 96,000 കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ആവും. ബാക്കി 45,000 മൈനസ് 3,600, 41,400 ഹവേഴ്സ് നമ്മൾ ഇവിടെ നിന്നെടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് വേരിയബിൾ കോസ്റ്റ് 335. ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാം. 15,000 യൂണിറ്റ്സിൻ്റെ വേരിയബിൾ കോസ്റ്റ് 335 പ്ലസ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ആദ്യത്തിൻ്റെ ലോസ്റ്റ് ആയത് 96,000 ഫുള്ളായിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ അടുത്തതിൻ്റെ 27 lakh എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു? അല്ല, എത്ര ഹവേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു? 60,000 ഹവേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് എത്ര ഹവേഴ്സിനാണ് വേണ്ടത് ശരിക്കും? 45,000 മൈനസ് 3,600 ഹവേഴ്സിന് 41,400 ഹവേഴ്സിന്. സോ ഇത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്ഫർ പ്രൈസ്, ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. സോ 15,000 into 335, 50,25,000 plus 96,000 plus 27 lakh divided by 60,000 into 41,400, 18,63,000. ടോട്ടൽ ചെയ്യുമ്പോൾ 96,000 plus 50,25,000, 69,84,000. 69,84,000 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർ യൂണിറ്റിനുള്ളത് കണ്ടുപിടിക്കണം. ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റിന് 69,84,000 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സിനാണ്? 15,000 യൂണിറ്റ്സാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 465.6. ഓക്കെ, അതാണ് ട്രാൻസ്ഫർ പ്രൈസ്.
അപ്പോൾ എന്താണ്, ഇത്ര ആണുള്ളൂ ട്രാൻസ്ഫർ പ്രൈസ്. സിമ്പിളാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് ചോദിക്കുന്നത്. ചിലത് നമുക്കിപ്പോൾ ഇവിടെ ലേബർ ഹവേഴ്സൊക്കെ എല്ലാം ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, ചിലതിനൊന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കേസസ് ഞാനിതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നതിൻ്റെ. അവിടെയാണ് കുറച്ച് ഡിഫറൻറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കും.